മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ LDF പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് നിയമസഭ ഇലക്ഷനിൽ ഉണ്ടായത്. സ്വന്തം തട്ടകമായ പായിപ്രയിൽ 4000 വോട്ടുകൾക്ക് N അരുൺ പിന്നിലേക്ക് പോയപ്പോൾ തന്നെ പരാജയം LDF നേതാക്കൾ ഉറപ്പിച്ചിരുന്നു. മൂവാറ്റുപുഴയിൽ LDFന് അടിപതറി. സ്വന്തം തട്ടകമായ പായിപ്രയിൽ 4000 വോട്ടുകൾ പിന്നിലേക്ക് പോയപ്പോൾ തന്നെ N അരുണിന്റെ പരാജയം LDF നേതാക്കൾ ഉറപ്പിച്ചിരുന്നു. പായിപ്ര പഞ്ചായത്തിലെ സ്വന്തം ബൂത്തിൽ മാത്രമാണ് നേരിയ ലീഡ് നേടാൻ N അരുണിന് കഴിഞ്ഞത്. ബാക്കി പായിപ്ര പഞ്ചായത്തിൽ ഉൾപ്പെടെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും N അരുൺ UDF സ്ഥാനാർത്ഥിക്ക് പിന്നിലായിരുന്നു. കഴിഞ്ഞ തവണ എൽദോ എബ്രഹാം പായിപ്രയിൽ 800 വോട്ടുകളുടെ ലീഡാണ് നേടിയത്. 2016 എൽദോ എബ്രഹാം വിജയിച്ചപ്പോൾ 2900 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. പാർട്ടി കോട്ടയായ പായിപ്രയിൽ 4000 വോട്ടുകൾക്ക് മാത്യു കുഴൽനാടൻ മുന്നിലെത്തിയതോടെ LDF കേന്ദ്രങ്ങൾ പരാജയമുറപ്പിച്ചു. LDFന് പ്രതീക്ഷയുണ്ടായിരുന്ന വാളകം, മാറാടി പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭയിലും N അരുൺ പിന്നിലായതോടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ കാത്തുനിന്നിരുന്ന ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം വീടുകളിലേക്ക് മടങ്ങി. പരമ്പരാഗതമായി യാക്കോബായ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്ന മൂവാറ്റുപുഴയിൽ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ N അരുണിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നിരുന്നു. CPI പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും പ്രചാരണത്തിലെ വീഴ്ചകളും CPMനെയും ചൊടിപ്പിച്ചു. CPIയുടെ പ്രചാരണത്തിലെ പിന്നോട്ടുപോക്ക് സംബന്ധിച്ച് CPM ഏരിയ കമ്മിറ്റി നേതൃത്വം ജില്ലാ കമ്മിറ്റിയെ രേഖാമൂലം പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ നിന്നുണ്ടായ നിസ്സഹകരണവും പ്രചാരണത്തിലെ ഏകോപനമില്ലായ്മയുമാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രവർത്തകരുടെ പ്രാഥമിക വിലയിരുത്തൽ. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.